Hi everyone, welcome to my channel. ഇതുപോലെയുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾ മിക്കവാറും എല്ലാവരും തന്നെ വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾ കേടായി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കളയുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ കേടായ എക്സ്റ്റൻഷൻ ബോർഡുകൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. കേടായ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ വയർ നമുക്ക് മുറിച്ച് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ നല്ല എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം മുറിച്ച് കളയാത്തത്. അപ്പോൾ നിങ്ങൾ കേടായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ വയർ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ബോർഡ് മാത്രം എടുത്താൽ മതി. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മിക്സി, ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ കെറ്റിൽ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ വയറുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് കേടായിട്ടുള്ള എക്സ്റ്റൻഷൻ ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ എക്സ്റ്റൻഷൻ ബോർഡുകൾ നമുക്ക് ചുമരിൽ ഫിറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ സ്ക്രൂ ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ളൊരു ഭാഗം ഇതിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചുമരിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ ഈ എക്സ്റ്റൻഷൻ ബോർഡ് നമ്മുടെ അടുക്കളയിൽ പ്ലഗ് ഉള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് നമ്മുടെ കിച്ചൺ അപ്ലയൻസസിൻ്റെയൊക്കെ ഈ വയറുകൾ ഇങ്ങനെ കുത്തിവെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മളിങ്ങനെ ചുറ്റിപ്പണഞ്ഞ് അവിടെ ഇവിടെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് ഓണാക്കേണ്ട സമയത്ത് ഈ എക്സ്റ്റൻഷൻ ബോർഡിൽ നിന്ന് മാറ്റിയിട്ട് പ്ലഗിൽ കുത്തി കൊടുത്താൽ മതി. നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡിൽ തന്നെ കുത്തിവെക്കുകയും ചെയ്യാം. എക്സ്റ്റൻഷൻ ബോർഡ് നല്ല ഭംഗിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിക്കറുകൾ ഒട്ടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഒരു പഴയ എക്സ്റ്റൻഷൻ ബോർഡും അതുപോലെ ചെറിയ ഇതുപോലെയുള്ള ഒരു ബോക്സും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ബോക്സിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു കുപ്പിയുടെ താഴ്ഭാഗം മുറിച്ചിട്ട് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡ് ഡോറിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ചുമരിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ കബോർഡിൻ്റെ ഡോറിൻ്റെ ഉൾവശത്തോ ഒക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ബോക്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല എക്സ്റ്റൻഷൻ ബോർഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഈ വയർ ഇങ്ങനെ മുറിക്കാതെ വെച്ചിരിക്കുന്നത്. നാശമായതാണെന്നുണ്ടെങ്കിൽ ഈ വയർ മുറിച്ച് മാറ്റിയിട്ട് ഈ ബോർഡ് മാത്രം മതിയാകും. ഇനി നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജറുകളൊക്കെ ഇങ്ങനെ കുത്തിവെക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ തൂങ്ങിക്കിടക്കുന്ന ഈ വയറുകൾ ഈ ബോക്സിലേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അതേപോലെ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ചാർജർ അവിടെ എവിടെയൊക്കെ വെച്ചിട്ട് കാണാതാവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ നമുക്ക് 6 ചാർജറുകൾ വരെ വെക്കാവുന്നതാണ്. ഇനി ഫോണിൻ്റെ ചാർജർ മാത്രമല്ല, എന്തിൻ്റെ ചാർജർ വേണമെങ്കിലും നമുക്ക് ഇതിലിങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ചാർജറുകളും ഒരേ ഭാഗത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഒന്നും മിസ്സാവില്ല. അതേപോലെ തന്നെ എന്തിൻ്റെങ്കിലുമൊക്കെ ചാർജർ വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റൻഷൻ ബോർഡിൽ വന്ന് നോക്കിയാൽ മതിയാവും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എക്സ്റ്റൻഷൻ ബോർഡ് വീട്ടിലുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന 2 ടിപ്സാണ്. മിക്കവാറും എല്ലാവരും തന്നെ എക്സ്റ്റൻഷൻ ബോർഡ് എടുത്തു വെക്കുമ്പോൾ ഇതേപോലെ ഈ ബോർഡിന് മുകളിലായിട്ട് ഇങ്ങനെ വയർ ചുറ്റിക്കൊടുത്തിട്ട് പ്ലഗിൻ്റെ ഭാഗം ഈ വയറിനുള്ളിലോട്ട് ആക്കി കൊടുത്ത് അങ്ങനെയാണ് വെക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഊരിയെടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഇതിലും എളുപ്പത്തിൽ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡിൽ ഈ വയർ ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചുറ്റിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ പ്ലഗ് ഏതെങ്കിലും ഒരു സോക്കറ്റിനുള്ളിലേക്ക് ഇങ്ങനെ കുത്തിക്കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെ നമുക്ക് അഴിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. ഇതങ്ങനെ ഊരിപ്പോവുമില്ല. അപ്പോൾ ഇനി മുതൽ എക്സ്റ്റൻഷൻ ബോർഡ് എടുത്തു വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് പറയുന്നത് ഒരുപാട് നീളമുള്ള വയറുള്ള എക്സ്റ്റൻഷൻ ബോർഡാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മൾ ഇതേപോലെ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ വയർ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ഇടുന്ന രീതിയിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഈ വയർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള വയർ കൊണ്ടാണ് ഇത്രയും വലിയ റിങ്സ് ആയിട്ട് വരുന്നത്. സാധാരണ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വയറാണ് നിങ്ങളുടെ എക്സ്റ്റൻഷൻ ബോർഡിന് എന്നുണ്ടെങ്കിൽ ഈ ലൂപ്സൊക്കെ വളരെ ചെറിയതായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ ഈ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ വയർ ഇതേപോലെ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ വയർ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് ഈ പ്ലഗ് ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു സോക്കറ്റിനുള്ളിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് എടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് ഈ പ്ലഗ് അഴിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം ഇതിൽ നിന്ന് ഊരിയെടുത്താൽ മതി. ഒരുപാട് നീളമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റൻഷൻ ബോർഡിന് മുകളിൽ ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം അഴിച്ചെടുത്താലേ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം അഴിച്ചെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ടിപ്സെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്